ഉത്തമഗീതം 1-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. സോളമൻ്റെ ഉത്തമഗീതം. നിന്റെ ആദരം എന്നെ ചുംബനം കൊണ്ട് പുതിയട്ടെ. നിന്റെ പ്രേമം വീഞ്ഞിനേക്കാൾ മാധുര്യമുള്ളത്. നിന്റെ അഭിഷേക തൈലം സുരഭിലമാണ്. നിന്റെ നാമം പകർന്ന തൈലം പോലെയാണ്. അതുകൊണ്ട് കന്യകമാർ നിന്നെ പ്രണമിക്കുന്നു. എന്നെ കൊണ്ടുപോവുക, നമുക്ക് വേഗം പോകാം. രാജാവ് തൻ്റെ മണവറയിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങൾ നിന്നിൽ ആനന്ദിച്ചുല്ലസിക്കും. ഞങ്ങൾ നിന്റെ പ്രമത്തെ വീഞ്ഞിനേക്കാൾ പുകഴ്ത്തും. അവർ നിന്നെ സ്നേഹിക്കുന്നത് യുക്തം തന്നെ. ജെറുസലേം പുത്രിമാരെ, ഞാൻ കറുത്തവളാണെങ്കിലും കേദാറിലെ കൂടാരങ്ങൾ പോലെയും സോളമൻ്റെ തിരശീലകൾ പോലെയും അഴവുള്ളവളാണ്. ഞാൻ മങ്ങിയ നിറമുള്ളവളായതുകൊണ്ട്, വെയിലേറ്റ് ഞാൻ ഇരുണ്ടുപോയതുകൊണ്ട് എന്നെ തുറച്ചു നോക്കരുതേ. എൻ്റെ മാതൃനയന്മാർ എന്നോട് കോപിച്ചു. അവർ എന്നെ മുന്തിരിത്തോട്ടങ്ങളുടെ കാവൽക്കാരിയാക്കി. എന്നാൽ എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തു സൂക്ഷിച്ചില്ല. എൻ്റെ പ്രാണപ്രിയനെ എന്നോട് പറയുക, നിന്റെ ആടുകളെ എവിടെ മേയ്ക്കുന്നു? ഉച്ചയ്ക്ക് അവയ്ക്ക് എവിടെ വിശ്രമം നൽകുന്നു? ഞാൻ എന്തിന് നിന്റെ ചെങ്ങാതിമാരുടെ ആട്ടിൻകൂട്ടങ്ങൾക്കടുത്ത് അലഞ്ഞു നടക്കണം? സ്ത്രീകളിൽ അതിസുന്ദരിയായവളെ, നിനക്കതറിഞ്ഞുകൂടെങ്കിൽ ആട്ടിൻപറ്റത്തിൻ്റെ കാൽ ചുവടുകൾ പിന്തുടരുക. ഇടയന്മാരുടെ കൂടാരങ്ങൾക്കരികിൽ നിന്ന് നിന്റെ ആട്ടിൻകുട്ടികളെ മേയ്ക്കുക. എൻ്റെ പ്രമദമേ, ഫറവോട് രഥത്തിൽ കെട്ടിയ പെൺകുതിരയോട് നിന്നെ ഞാൻ ഉപമിക്കുന്നു. നിന്റെ കവിൾത്തടങ്ങൾ കുറുനിര കൊണ്ട് ശോഭിക്കുന്നു. നിന്റെ കഴുത്ത് രത്നമാലകൾ കൊണ്ടും വെള്ളി പതിച്ച സ്വർണ്ണാഭരണങ്ങൾ നിനക്ക് ഞങ്ങൾ ഉണ്ടാക്കിത്തരാം. രാജാവ് ശയ്യയിലായിരിക്കെ എൻ്റെ ജടാമാഞ്ചി തൂമണം തൂകി. എൻ്റെ പ്രാണപ്രിയൻ സ്ഥാനാന്തരത്തിൽ സൂക്ഷിക്കുന്നതും പഴച്ചിമിഴുപോലെയാണ്. എൻ്റെ പ്രാണപ്രിയൻ എൻഗേദിലെ മുന്തിരിത്തോപ്പുകളിലെ മൈലാഞ്ചി പൂക്കൾ പോലെയാണ്. എൻ്റെ പ്രിയെ, ഹാ, നീ എത്ര സുന്ദരി! അതെ, നീ സുന്ദരി തന്നെ. നിന്റെ കണ്ണുകൾ ഇണപ്രാവുകളാണ്. എൻ്റെ പ്രിയനെ, നീ എത്ര സുന്ദരൻ! അതെ, സുന്ദരൻ തന്നെ. നമ്മുടെ ശയ്യാതലം ഹരിതമോഹനമാണ്. ദേവദാരു കൊണ്ട് ഉത്തരവും സരളവൃക്ഷം കൊണ്ട് കഴുകോലും തീർത്തതാണ് നമ്മുടെ ഭവനം. ഉത്തമഗീതം 2-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഷാരോണിലെ പനിനീർ പൂവാണ് ഞാൻ, താഴ്വരകളിലെ ലില്ലിപ്പൂവ്. മുള്ളുകൾക്കിടയിലെ ലില്ലിപ്പൂ പോലെയാണ് കന്യകമാരുടെ ഇടയിൽ എൻ്റെ ഓമന. വനവൃക്ഷങ്ങൾക്കിടയിൽ ആപ്പിൾ മരം പോലെയാണ് യുവാക്കന്മാരുടെ മധ്യത്തിൽ എൻ്റെ പ്രാണപ്രിയൻ. അതിൻ്റെ തണലിൽ ഞാൻ ആനന്ദത്തോടെ ഇരുന്നു. അതിൻ്റെ ഫലം എൻ്റെ നാവിന് മാധുര്യപൂർണമാണ്. വിരുന്നുശാലയിലേക്ക് അവൻ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നു. പ്രമത്തിൻ്റെ പതാക എനിക്ക് മുകളിൽ പാറി. മുന്തിരിയട തന്ന് എനിക്ക് ശക്തി പകരണമേ. ആപ്പിൾ പഴം തന്ന് എനിക്ക് ഉന്മേഷം നൽകണമേ. ഞാൻ പ്രമപരവാശിയായിരിക്കുന്നു. അവൻ്റെ ഇടതുകരം എനിക്ക് തലയണയായിരുന്നെങ്കിൽ, അവൻ്റെ വലതുകരം എന്നെ ആലിംഗനം ചെയ്തിരുന്നെങ്കിൽ. ജെറുസലേം പുത്രിമാരെ, പാടത്തെ ചെറു കലമാനുകളുടെയും പേടമാനുകളുടെയും പേരിൽ ഞാൻ നിങ്ങളോട് കെഞ്ചുന്നു. സമയമാകും മുൻപ് നിങ്ങൾ പ്രേമത്തെ തട്ടുണർത്തരുതേ, ഇളക്കി വിടരുതേ. ഇതാ എൻ്റെ പ്രിയൻ്റെ സ്വരം. അതാ മലമുകളിലൂടെ കുതിച്ചു ചാടിയും കുന്നുകളിൽ തുള്ളിച്ചാടിയും അവൻ വരുന്നു. എൻ്റെ പ്രിയൻ ചെറുമാനിനെ പോലെയോ കലമാൻ കുട്ടിയെപ്പോലെയോ ആണ്. കിളിവാതിലൂടെ നോക്കിക്കൊണ്ട്, അഴികളിലൂടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് അതാ അവൻ ഭിത്തിക്ക് പിന്നിൽ നിൽക്കുന്നു. എൻ്റെ പ്രിയൻ എന്നോട് മന്ത്രിക്കുന്നു. എൻ്റെ ഓമനെ, എൻ്റെ സുന്ദരി, എഴുന്നേൽക്കുക, ഇറങ്ങി വരിക. ഇതാ ശിശിരം പോയി മറഞ്ഞു, മഴ മാറിക്കഴിഞ്ഞു, ഭൂമിയിൽ പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങി. ഗാനാലാപത്തിൻ്റെ സമയമായി. അരിപ്രാവുകൾ കുറുകുന്നത് നമ്മുടെ നാട്ടിൽ കേട്ടു തുടങ്ങി. അത്തിമരം കായ്ച്ചു തുടങ്ങി. മുന്തിരിവള്ളികൾ പൂത്തുലഞ്ഞ് സുഗന്ധം പരത്തുന്നു. എൻ്റെ ഓമനെ, എൻ്റെ സുന്ദരി, എഴുന്നേൽക്കുക, ഇറങ്ങി വരിക. എൻ്റെ മാടപ്രാവെ, പാറയിലൊഴുക്കിടയിലും
ചെങ്കുത്തായ മലയോരത്തിലെ പൊത്തുകളിലും ജീവിക്കുന്ന നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ. ഞാൻ നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ. എൻ്റെ സ്വരം മധുരമാണ്, നിന്റെ മുഖം മനോഹരമാണ്. മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന കുറുകന്മാരെ, ആ ചെറു കുറുക്കന്മാരെ പിടികൂടുക. നമ്മുടെ മുന്തിരിത്തോപ്പ് പൂത്തുലയുന്നു. എൻ്റെ ആത്മനാഥൻ എൻ്റേതാണ്, ഞാൻ അവൻ്റേതും. അവൻ തൻ്റെ ആട്ടിൻപറ്റത്തെ ലില്ലിക്കിടയിൽ മേയ്ക്കുന്നു. വെയിലാറി നിഴലുകൾ നീളും മുൻപേ എൻ്റെ പ്രിയനെ വരിക. ദുർഘട പർവ്വതങ്ങളിലെ ചെറുമാനിനെ പോലെയോ കലമാൻ കുട്ടിയെ പോലെയോ ആയിരിക്കുക.